ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്നും യു കെയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നേരെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നേരം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. നേരം അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഞാൻ കൊച്ചി ടു ഗ്യാറ്റ്വിക്ക് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10.5 hours ആയിരുന്നു ട്രാവൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. 1 മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ് ഡിലേ ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നേരം കൊച്ചിയിലെ എയർപോർട്ടായാലും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഒത്തിരി ഷോപ്സും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അന്നേരം ഫസ്റ്റ് തന്നെ ഞങ്ങളവിടെ വന്നു കഴിഞ്ഞപ്പോൾ മോർണിംഗ് നന്നായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അന്നേരം ഞങ്ങൾ അവിടെ നിന്നൊരു ഫുഡ് കാര്യങ്ങൾ ഓർഡർ ചെയ്തു. അന്നേരം തട്ടുദോശയും അതുപോലെ ചമ്മന്തിയും ചായയുമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്കൊന്നും തട്ടുദോശയ്ക്ക് ഏകദേശം 320 rupees അതുപോലെ തന്നെ ചായക്ക് 220 സംതിങ് ആയിരുന്നു. അങ്ങനെ ടോട്ടൽ ഒരു 540 rupees ഫുഡായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം ഞങ്ങൾ അത് കഴിച്ചു. അതിനുശേഷം അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സമയം നടന്നു. കാരണം നമുക്ക് ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയിരുന്നതുകൊണ്ട് തന്നെ ബോർഡിംഗ് ടൈമും എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിലേ ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഓൾറെഡി ട്രെയിൻ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്തവർക്ക് ഒത്തിരി പേർക്ക് ഞങ്ങൾ ഒരുമിച്ച് കുറേ പേരുണ്ടായിരുന്നു. അന്നേരം അങ്ങനെ വന്നവർക്കെല്ലാം ട്രെയിൻ മിസ്സായി. കാരണം 1 hour ഡിലേ ആയ ശേഷം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതും അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ മുമ്പ് ട്രാവൽ ചെയ്തതിനേക്കാളും എയർ ഇന്ത്യയുടെ സർവീസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സർവീസും കാര്യങ്ങളും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ടുള്ള റേറ്റിലാണ് എയർ ഇന്ത്യയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ്. അതുപോലെ ഇപ്പോൾ രണ്ട് ഇത് ഇറങ്ങാതെ ഡയറക്റ്റായിട്ട് പോകാൻ പറ്റിയ ഒരു നല്ലൊരു ഇത് തന്നെയാണ്. അന്നേരം ഈ ഒരു ഫ്ലൈറ്റിലായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഡിലേ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പാരൻസിനെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരിതാണ്. കാരണം ഒത്തിരി സ്റ്റോപ്പുകളിലൊന്നും ഇറങ്ങാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എത്താനായിട്ട് സാധിക്കും. പിന്നെ കറക്റ്റ് ടൈമിൽ എടുക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം. നേരം നമ്മളതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാം ഡിലേ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഇതൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. കാരണം 10.5 മണിക്കൂർ നമ്മൾ ചുമ്മാ ഇരിക്കണം എന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പില്ലോയും അതുപോലെ തന്നെ സ്കാർഫ് കാര്യങ്ങളെല്ലാം അവർ ബ്ലാങ്കറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ട് അവർ ഫുഡ് ഒത്തിരി തരുന്നുണ്ടായിരുന്നു. നമുക്ക് എത്ര പ്രാവശ്യം വേണേലും വാങ്ങിച്ച് കഴിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിഡിൽ സീറ്റായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം എനിക്ക് ഫ്ലൈറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോഴോ ഉള്ള ഒന്നും തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ മിഡിലായിട്ടായിരുന്നു, ഫ്ലൈറ്റിൻ്റെ മിഡിൽ ഭാഗത്തുള്ളിടത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം പുറത്തുനിന്നുള്ള ഒന്നും തന്നെ എനിക്ക് ഫോണിൽ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. ഫസ്റ്റ് അവർ വെൽക്കം ഇതായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ക്രഞ്ചി കോണിൻ്റെ ഒരിതും അതുപോലെ തന്നെ ഡ്രിങ്ക്സുമായിരുന്നു. അന്നേരം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കോക്ക് മുതൽ ആപ്പിൾ ജ്യൂസ് അതിൽ ഇത്രയൊക്കെ തന്നെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം കോൺ അത് കഴിച്ചു. പിന്നെ മെയിനായിട്ടുള്ള ഫുഡ് വന്നു. അതിലുണ്ടായിരുന്നതിന് വാട്ടർ ഉണ്ടായിരുന്നു, ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രെഡ് കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ ഗീ റൈസും ബട്ടർ ചിക്കനുമായിരുന്നു, പിന്നെ ചെറുപയറിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു, പിന്നെ ബട്ടറും അതുപോലെ തന്നെ ഒരു മിൽമയുടെ കേടും ഉണ്ടായിരുന്നു. നല്ല ഹെവി ഫുഡ് തന്നെയായിരുന്നു. നമുക്ക് നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റി. മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് ആ ഒരു മിൽമയുടെ കേട് മാത്രം അത്ര ഇഷ്ടമായില്ല. ബാക്കി എല്ലാ ഫുഡും നല്ലത് തന്നെയായിരുന്നു. ബ്രൗൺ ബൺ ആയിരുന്നു. അന്നേരം അതിനകത്ത് നമ്മൾ ബട്ടർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് കഴിച്ചത്. അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. ഞാൻ മുമ്പ് ട്രാവൽ ചെയ്ത ടൈമിൽ എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു, പക്ഷേ നല്ലൊരു ഫുഡായിരുന്നു. അതിന് ശേഷം തന്നെ ഒരു 10 minutes കഴിഞ്ഞപ്പോഴത്തേനും അവർ
ചായ പ്രൊവൈഡ് ചെയ്ത്, ചായ കോഫി ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. ഞാൻ ചായയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചായയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഇതിൽ മിൽക്കും അതുപോലെ തന്നെ ഷുഗറും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അത്യാവശ്യം നല്ല ഫുഡിന് എനിക്ക് നല്ലതൊരു അഭിപ്രായമായിരുന്നു ഇപ്രാവശ്യത്തെ ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് എനിക്ക് ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് എയർ ഇന്ത്യയുടെ ഫുഡ് കാര്യങ്ങളൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്രാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളതായിരുന്നു. ഒത്തിരി വലിയ സ്പേസ് ഒന്നുമില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം നന്നായിട്ട് നല്ല ക്ലീനൊക്കെ ആയിട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല സ്മെൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ഫുഡ് തന്നു. ഫുഡ് തന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചിക്കൻ വിത്ത് ബ്രെഡും അതുപോലെ തന്നെ സാൻഡ്വിച്ചസും അതുപോലെ പുഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ആ പുഡിങ് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ചിക്കൻ ഷവർമ എന്നായിരുന്നു പറഞ്ഞ കേട്ടോ. അതന്നേരം ഫില്ല് ചെയ്ത് കഴിക്കാനായിരുന്നു. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ഇറങ്ങുന്ന ടൈമിലൊന്നും ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. പിന്നെ നമുക്ക് ടൈമും കാര്യങ്ങൾ കിട്ടിയില്ല. ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. ഇത്രയുമാണ് എൻ്റെ എക്സ്പീരിയൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.